നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 26-ാം തീയതി 1201 ആണ്ട് വൃശ്ചിക മാസം 10-ാം തീയതി ബുധനാഴ്ച. ഇന്ന് തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണ്. ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. കാരണം നക്ഷത്രം കൊള്ളാം, ദിവസം കൊള്ളാം. പിന്നെ നമുക്ക് എന്തുകൊണ്ട് കാര്യങ്ങൾക്ക് ഇറങ്ങിക്കൂടാ? അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ഇന്നങ്ങ് ചെയ്യണം. കാരണം ചിലപ്പോൾ നാളെ നമുക്ക് നല്ല ദിവസം കിട്ടണമെന്നില്ല. ഒരാഴ്ചയിൽ തന്നെ ചിലപ്പോൾ 1-2 ദിവസം നല്ല സമയം കിട്ടുള്ളൂ. ആ സമയത്ത് നമ്മൾ മാക്സിമം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം. അതുപോലെ തിരുവോണ നക്ഷത്രം, വൃശ്ചിക മാസത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. ഏതൊക്കെ രീതിയിൽ ഗുണഫലത്തെ കൊടുക്കും? സാമ്പത്തികമായി ഗുണഫലത്തെ കൊടുക്കും. മാത്രമല്ല തൊഴിൽപരമായി പുരോഗതി, അത് ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് പുരോഗതി ഉണ്ടാവും. പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അന്തരീക്ഷം ഉണ്ടാവും. അതേപോലെ ഭാഗ്യദായകമായ അവസ്ഥകൾ നമുക്ക് വന്നു ചേരും. ഇപ്പോൾ പുരോഗതിയുടെ ഒരു വർഷമാണ് നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട് അത് പഠിക്കുന്ന കുട്ടികളായാലും പഠിപ്പിക്കുന്ന ടീച്ചറായാലും അവർക്ക് നല്ല റിസൾട്ട് ലഭിക്കും. ടീച്ചറേക്കാൾ കുട്ടികളെക്കാൾ സന്തോഷമാണ് ടീച്ചർമാർക്ക് നല്ല റിസൾട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ. അതിനെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്ന് കരുതുക. അപ്പോൾ സന്തോഷപ്രദമായ ഒരു ദിവസമാണ്. എങ്കിലും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പം രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാല സമയം ഇന്ന് വരുന്നത് ഉച്ചയ്ക്ക് 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12 മണി 12 മിനിറ്റ് തൊട്ടേ തുടങ്ങുകയുള്ളൂ. 1:30 മണിക്ക് തീരൂല. 1 മണി 38 മിനിറ്റിനെ രാഹുകാലം തീരുള്ളൂ. അപ്പോൾ രാഹുകാലം ശുഭയാത്രയ്ക്ക് മാത്രം, മറ്റ് കാര്യങ്ങൾക്കൊന്നും രാഹുകാലം ബാധകമല്ല. പക്ഷെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവുമാണ്. ഈ 2 സമയവും ശരിക്ക് ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. എല്ലാ ദിവസവും ഉണ്ട് അവർ രണ്ടുപേരും. അതിൽ ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 10 മണി 46 മിനിറ്റ് തൊട്ട് 12:12 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 7:53 തൊട്ട് 9:20 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് എല്ലാ ദിവസവും മുഹൂർത്തം ഇല്ലെങ്കിൽ പോലും എടുക്കാവുന്ന ഒരു മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ മുഹൂർത്തമുള്ള ദിവസം അഭിജിത്ത് മുഹൂർത്തത്തിന് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:48 തൊട്ട് 12:36 വരെ. 12:36 വരെ. ഈ സമയം നമുക്ക് ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് ബാക്കി സമയം ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പച്ച വസ്ത്രമോ അല്ലെങ്കിൽ പച്ച ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നമ്മളിലേക്ക് ബുധൻ്റെ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും. ഇറങ്ങുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടും. നമുക്ക് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.